കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ ഈ നല്ല രാവിലെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമക്കളാൽ നമുക്ക് ഒരുമിച്ച് രാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ നൽകിയ നല്ല സന്ദർഭത്തിനായിട്ട് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ രാവിലെ പ്രാർത്ഥനയ്ക്ക് ആഗതരായിരിക്കുന്ന എല്ലാവരും ഓർത്ത് സ്തോത്രം ചെയ്യുകയും ഒരു പ്രാവശ്യം കൂടെ എല്ലാവർക്കുള്ള വന്ദനങ്ങളെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് രാവിലെ നമുക്ക് വീണ്ടും അല്പസമയം കൂടെ പ്രാർത്ഥിക്കാം. നമ്മൾ ഇതുവരെയും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചിരുന്നു, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്തുണ്ടാകേണ്ട മനോഭാവം എന്താണെന്ന്. വീണ്ടും നമ്മൾ ഒന്ന് രണ്ട് വാക്കുകൾ ധ്യാനിച്ച് ആദ്യത്തിൽ അല്പസമയം കൂടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അന്യഭാഷയിൽ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യം നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്, ദൈവത്തെ നമ്മൾ സ്തുതിക്കുകയാണ്, നമ്മുടെ മനസ്സിൽ നമ്മൾ ദൈവത്തെങ്കിലേക്ക് തിരിക്കുകയാണ്. ഇവിടെ രാവിലെ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ദൈവാത്മ നൽകുന്ന ഒരു വാക്യം ഞാൻ ആദ്യം കാണിക്കുന്നു. രാവിലെ നിൻ്റെ ദയ എന്നെ കേൾക്കുമാറാകണമേ. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവല്ലോ. ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ. ഞാൻ എൻ്റെ ഉള്ളം നിങ്കിലേക്ക് ഉയർത്തുന്നുവല്ലോ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹീതമായ പ്രഭാതത്തിൽ നമ്മുടെ ഉള്ളത്തെ, നമ്മുടെ സോളിനെ, നമ്മുടെ മൈൻഡിനെ നമ്മൾ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുകയും ദൈവത്തിൽ നാം ആശ്രയിക്കുകയും ചെയ്യുന്ന സമയമാണിത്. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരും. നമ്മുടെ ആത്മാവ് ദൈവാത്മാവിനാൽ കാംക്ഷിക്കുന്ന, അതിനുവേണ്ടി കുതിക്കുന്ന, അതിനുവേണ്ടി ദൈവസന്നിധിയിൽ ഒരുക്കപ്പെടുന്ന സമയമാണ് ഈ സമയം. ഇവിടെ നാം വായിക്കുന്ന വാക്യം 7-ാം വാക്യമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ നിന്റെ മുഖത്തെ എനിക്ക് മറക്കരുത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ അടുത്തു വരുന്നവരുടെ മുഖത്തെ ദൈവം മറക്കില്ല. ദൈവം അവരുടെ മുഖത്തെ മറക്കില്ല. നമ്മുടെ ആത്മാവ് ദൈവസന്നിധിയിൽ കാംക്ഷിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ രാവിലെ എഴുന്നേറ്റ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്തൊരു ഭാഗത്തേക്ക് പോവുകയാണ്. രാവിലെ നമ്മുടെ മനസ്സിനെ നമ്മൾ ഉയർത്തുകയാണ് ദൈവസന്നിധിയിൽ. അപ്പോൾ ആത്മാവ് കാംക്ഷിക്കുന്നവരുടെ മനസ്സിനകത്ത് പല പ്രയാസങ്ങൾ, പല വേദനകൾ, പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ മനസ്സിനെ നമ്മുടെ സോളിനെ നമ്മൾ ദൈവത്തെങ്കിലേക്ക് ഉയർത്തുകയാണ്. എന്താണ് മെച്ചം? എന്താണ്? ഉയർത്തുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. രാവിലെ നിൻ്റെ ദയ എന്നെ കേൾക്കുമാറാക്കും. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ഞാൻ നടക്കേണ്ടുന്ന വഴി ദൈവം നമ്മെ അറിയിക്കും. ദൈവം നമ്മുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ തുറക്കാൻ തുടങ്ങും. ദൈവം നമ്മളെ ആഴമേറിയ പാഠങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങും. ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ലൈഫിനെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പാഠശാലയാക്കി മാറ്റി നിങ്ങളെ ദൈവാത്മാവ് പഠിപ്പിക്കാൻ തുടങ്ങും. അടുത്തൊരു കാര്യം ഞാൻ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇന്നലെ ഇട്ടിരുന്നു. ഞങ്ങളുടെ ഇന്നലെ ഉച്ചകഴിഞ്ഞ് നടന്ന പാസ്റ്റേഴ്സ് മീറ്റിങ്ങിൽ ഓർപ്പിച്ചൊരു വാക്യം കൂടിയാണ്. അത് ഞാൻ ഇന്ന് രാവിലെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കൊണ്ടുവരികയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിലാണ് വാക്യമുള്ളത്. ആ വാക്യം കൂടെ നമുക്കൊന്ന് ധ്യാനിച്ചിട്ട് നമുക്ക് ഇന്ന് രാവിലെ അല്പനേരം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സമയത്തെ ഉപയോഗിക്കാം. എല്ലാവരും കഴിയുമെങ്കിൽ ഈ വാക്യം ഒന്ന് വായിക്കണം. ഇയ്യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ആരിലും ഒരാളൊന്ന് വായിക്കാമോ? ഇയ്യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യമാണ് ഈ വാക്യം. ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. ഇത്രത്തോളം നിനക്ക് വരാം, ഇത് കടക്കരുത്, ഇവിടെ നിന്റെ തിരമാലകളുടെ ഗർവം നിലയ്ക്കും എന്ന് കൽപ്പിച്ചു. ഇത് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ഭൂമിയുള്ള ബന്ധത്തിൽ ദൈവം ഇട്ടിരിക്കുന്ന അതിരിനെ കുറിച്ച് പറയുകയാണ്. ദൈവം എല്ലാറ്റിനും അതിര് വച്ചിട്ടുണ്ട്. അതിൻ്റെ 8-ാം വാക്യം വായിച്ചാലേ മനസ്സിലാവുള്ളൂ. ഗർഭത്തിൽ നിന്ന് തന്നെ പോലെ സമുദ്രം ചാടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ കതകുകളാൽ അടച്ചവൻ ആര്? ഇയ്യോബിനോട് ദൈവം ചോദിക്കുകയാണ് കേട്ടോ. 38-ാം അധ്യായം മുതൽ ദൈവം ഇയ്യോബിനോട് സംസാരിക്കുകയാണ്. ഇവിടെ മുതലാണ് ഇയ്യോബിന്റെ സ്ഥിതിക്ക് മാറ്റം വരുന്നത്. 42-ാം അധ്യായത്തിൽ പറയുകയാണ്, ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്കോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. അപ്പൊ ആ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാനുള്ള ദൈവത്തിന്റെ ഇടപെടൽ തുടങ്ങുന്ന അധ്യായമാണ് 38-ാം അധ്യായം. ഗർഭത്തിൽ നിന്ന് പോലെ സമുദ്രം ചാടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ കതകുകളാൽ അടച്ചവനാര്? അപ്പൊ ഈ സമുദ്രത്തെ നാം കാണുന്ന അതിരുകൊണ്ട് അവനെ അടച്ചത് ആരാണ്? തമ്പുരാൻ ചോദിക്കുകയാണ്.
അന്ന് ഞാൻ മേഘത്തെ അതിന് ഉടുപ്പും കൂരിലുള്ള അതിനെ ചുറ്റാടയുമാക്കി. 10 വാക്യം, ഞാൻ അതിന് അതിർ നിയമിച്ചു, കതകും ഓടാമ്പലും വെച്ചു. അപ്പൊ നോക്കിയേ, ദൈവം അതിര് വെച്ചത് കൊണ്ടാണ് സമുദ്രം അത് വെച്ചിരിക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ ദേശങ്ങളുടെ പാപങ്ങൾ അതികഠിനമായപ്പോൾ ദൈവം അനുവദിച്ചതിനാലാണ് സുനാമി പോലെയുള്ളത് നാട്ടിൽ പെരുകിയത്. ദൈവം പറഞ്ഞിരിക്കുന്നു, ഇത്രത്തോളം നിനക്ക് വരാം, ഇത് കടക്കരുത്, ഇവിടെ നിന്റെ തിരമാലകളുടെ ഗർവം നിലയ്ക്കും എന്ന് കൽപ്പിച്ചു. കണ്ടോ? അപ്പൊ ദൈവം കൽപ്പിച്ചപ്പോൾ ദൈവത്തിന്റെ കൽപ്പനകളെ തിരമാലകൾ, ദൈവത്തിന്റെ കൽപ്പനകളെ മേഘങ്ങൾ അനുസരിച്ച് ദൈവം വെച്ചിരിക്കുന്ന കതകിന്റെ മുമ്പിൽ, ഓടാമ്പലിന്റെ മുമ്പിൽ അവ അവിടെ നിൽക്കുകയാണ്. ഡൗട്ട് വന്നിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ നിന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത വാക്ക്. ഭൂമിയുടെ അറ്റങ്ങളെ, ഒരാളൊന്ന് വായിച്ച് 12 വാക്യം ഒന്ന് വായിച്ച്. ഭൂമിയുടെ അറ്റങ്ങളെ പിടിക്കേണ്ടതിനും ദുഷ്ടന്മാരെ അതിൽ നിന്ന് കുടഞ്ഞു കളയേണ്ടതിനും നിന്റെ ജീവകാലത്തൊരിക്കലെങ്കിലും നീ പ്രഭാതത്തിന് കൽപ്പന കൊടുക്കുകയും അരുണോദയത്തിന് സ്ഥലം ആദേശിക്കുകയും ചെയ്തിട്ടുണ്ടോ? ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഭൂമിയുടെ അറ്റങ്ങൾ പിടിക്കേണ്ടതിനും ദുഷ്ടന്മാരെ അതിൽ നിന്ന് കുടഞ്ഞു കളയേണ്ടതിനും നിന്റെ ജീവകാലത്തൊരിക്കലെങ്കിലും നീ പ്രഭാതത്തിന് കൽപ്പന കൊടുത്തിട്ടുണ്ടോ? അരുണോദയത്തിന് സ്ഥലം ആദേശിക്കുകയും ചെയ്തിട്ടുണ്ടോ? പ്രാർത്ഥനയിൽ ഇന്നലെ പാസ്റ്റേഴ്സിന്റെ ഒരു മീറ്റിങ്ങിനകത്ത് ജോജി പാസ്റ്ററാണ് ഈ 12 വാക്യം 13 വാക്യം ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഇയ്യോബിന്റെ പ്രത്യേകത, ഇയ്യോബ് എല്ലാ ദിവസവും ദൈവത്തെ ആരാധിക്കുമായിരുന്നു. അല്ലെങ്കിൽ അവൻ ദൈവസേനയിൽ പ്രത്യേകിച്ച് തൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കേണ്ടതിന് എല്ലായ്പ്പോഴും ദൈവത്തിന് ഹോമയാഗം അർപ്പിക്കുന്നവനാണ്. ഈ വാക്യം കൂടെ ഒന്ന് ചേർത്ത് വായിച്ച്, ഈ 5 വാക്യം കൂടെ ചേർത്ത് വായിച്ച്, 5 വാക്യം കൂടെ. എന്നാൽ വിരുന്നുനാളുകൾ വട്ടം തികയുമ്പോൾ, ഫസ്റ്റ് അവിടെ കാണുന്നില്ല, അതെന്ത് പറ്റി? ആ സൈഡില്. ഓ സോറി. ഓക്കെ. എന്നാൽ വിരുന്നുനാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ് പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോന്നു. അപ്പൊ ഈ രാവിലെ എഴുന്നേറ്റ് തലമുറകൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന്, തലമുറകൾ പാപം ചെയ്തു പോയിട്ടുണ്ടോ എന്ന് ചിന്തിച്ച് ആളയച്ച് അവരെ വരുത്തിച്ച് അവർക്ക് വേണ്ടി ഹോമയാഗം ചെയ്യുന്നവനാണ് ഇയ്യോബ്. അങ്ങനെ എല്ലായ്പ്പോഴും ചെയ്യുന്നവനാണ്. പക്ഷെ തമ്പുരാൻ പറയുകയാണ്, മോനെ നീ ഹോമയാഗം ചെയ്തു, പക്ഷേ നീ ചെയ്യാത്തൊരു കാര്യം ശ്രദ്ധിക്കണേ, നീ ചെയ്യാത്തൊരു കാര്യം. ഇനി 12 വാക്യം വായിക്കേ. നീ ഹോമയാഗം നടത്തി, തലമുറകൾ തെറ്റിപ്പോകാതിരിക്കണമെന്ന് നീ ഹോമയാഗം നടത്തി, പക്ഷേ നീ നിന്റെ അധികാരം നിന്റെ ജീവകാലത്തിൽ ഒരിക്കൽ പോലും നീ പ്രഭാതത്തിൽ ഉപയോഗിച്ചിട്ടില്ല. കണ്ടോ? നിന്റെ ജീവകാലത്തൊരിക്കലെങ്കിലും നീ പ്രഭാതത്തിന് കൽപ്പന കൊടുത്തിട്ടില്ല. നീ അരുണോദയത്തിന് സ്ഥലം ആദേശിച്ചിട്ടില്ല. ഭൂമിയുടെ അറ്റങ്ങൾ പിടിക്കേണ്ടവന് ദുഷ്ടന്മാരെ അതിൽ നിന്ന് കുടഞ്ഞു കളയേണ്ടവന് നീ പ്രഭാതത്തിന് കൽപ്പന കൊടുത്തിട്ടില്ല. അപ്പൊ നീ കൽപ്പന കൊടുത്തിരുന്നെങ്കിൽ ഭൂമിയുടെ അറ്റങ്ങൾ നിനക്ക് പിടിക്കാമായിരുന്നു. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നുണ്ടോ? നിന്റെ ഡെസ്റ്റിനിയെ നിനക്ക് വിപുലപ്പെടുത്താമായിരുന്നു. നിന്റെ മേലുള്ള അധികാരം ഉപയോഗിച്ചാൽ, നീ കൽപ്പന കൊടുത്താൽ, നിനക്ക് നീ പറയുന്ന കൽപ്പനകൾ അനുസരിക്കുവാൻ ഇവിടെ തയ്യാറായി നിൽക്കുന്നൊരു കൂട്ടമുണ്ട്. എപ്പോഴാണ് കർത്താവ് ഇത് പറയുന്നത്? കർത്താവ് പറയുന്നത് സമുദ്രം ഗർഭത്തിൽ നിന്ന് ചാടി പുറപ്പെട്ടപ്പോൾ അവനെ വാതിൽ വെച്ച് കഥകൾ വെച്ച് അടച്ചവൻ ആരാണ് മോനെ? അത് ഞാനല്ലടാ. അതിന് ചുറ്റാട വെച്ചത് ആരാ? ഞാനല്ലേ. അതിന് അതിര് വെച്ചത് ആരാ? ഞാനല്ലേ. ഇത്രത്തോളം വരാമെന്ന് പറഞ്ഞ് അതിന് അതിര് വെച്ചവൻ ആരാ? ഞാനല്ലേ. തിരമാലകളുടെ ഗർഭത്തെ നിലപ്പിച്ചു വാരാ ഞാനല്ലേ. എന്റെ കൽപ്പനയിലല്ലേ അത് അടങ്ങിയത്. എന്റെ കൽപ്പനയിൽ ഇത് അടങ്ങിയെങ്കിൽ നീ ഈ വെളിപ്പാടിൽ വേണ്ടേ
രാവിലെ തോറും കൽപ്പിക്കാൻ. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? എല്ലാം മൈക്കും അൺമ്യൂട്ട് ചെയ്ത് അടുത്ത ചില മിനിറ്റുകൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ ആരാണെന്ന് തിരിച്ചറിയണം. നിങ്ങൾ ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നിങ്ങളുടെ മേൽ ദൈവാത്മാവ് അധികാരം തന്നിട്ടുണ്ട്. നിങ്ങളുടെ അകത്ത് ഓപ്പണായിരിക്കുന്നത് പുത്രത്വമാണ്. നിങ്ങൾ ഇന്ന് രാവിലെ നാട്ടിലെ പിശാചുക്കൾ എഴുന്നേറ്റ് പൈശാചിക സാമ്രാജ്യം വിളിച്ചു പറയുന്ന ഈ അധികാരങ്ങൾ നിന്റെ ഭവനത്തിൻ്റെ മേലോ നിന്റെ മറ്റൊന്നിൻ്റെ മേലും വ്യാപരിക്കണം. ഈ ഭൂമിയിൽ ദുഷ്ടന്റെ അധീനമേൽ കിടക്കുന്ന ഈ ഭൂമിയുടെ മേൽ അവരവരുടെ സ്വാധീനതയും അവരവരുടെ അധികാരം ഉറപ്പിക്കണവന് അവരുടേതായ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിക്കുന്ന സമയത്ത് നാം രാവിലെ നാടൻ ഭാഷ പറഞ്ഞ പോത്തുറങ്ങുന്ന പോലെ ഉറങ്ങുക. ദൈവമക്കളുടെ അധികാരം ഉപയോഗിക്കേണ്ട സമയം ഇത്. ചില മിനിറ്റുകൾ നമ്മൾ സ്തോത്രം പറഞ്ഞു, നല്ല കാര്യം. യോബിനോട് ചോദിക്കുക, നന്നാ രാവിലെ നീ എന്ത് ചെയ്തിട്ടുണ്ട്? നീ സ്തോത്രം പറഞ്ഞിട്ടുണ്ട്, ഹോമയാഗം അർപ്പിച്ചിട്ടുണ്ട്, നീ എന്നെ ആരാധിച്ചിട്ടുണ്ട്. പക്ഷെ നീ നിന്റെ അധികാരം ഉപയോഗിച്ചോ? ഇന്ന് രാവിലെ ഇപ്പോൾ അടുത്ത ചില മിനിറ്റുകൾ മൈക്കിളെല്ലാം അൺമ്യൂട്ട് ചെയ്ത് ഷക്കനബന അധികാരത്തിന്റെ വെളിപ്പാടിൽ, ദൈവം തുറന്നിരിക്കുന്ന അധികാരത്തിന്റെ വെളിപ്പാടിൽ ആദ്യം ചില മിനിറ്റുകൾ അന്യഭാഷ സംസാരിക്കും. നിങ്ങളുടെ അധികാരം ഉപയോഗിക്കണം. അധികാരം ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കണം. ഷാബ അന്തൽ കിടക്കാനോ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു. ഷക്കബന ഷസ്കനാദിനാദന പ്രൗഷസ്കനാദിനാദന അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കും. ഷാബന അധികാരത്തിന്റെ പ്രഖ്യാപനങ്ങൾ നടക്കട്ടെ. ലബ റബഷി അത്തുരാദന ഷസ്കന നിങ്ങളിലേക്ക് നോക്കി നീ തന്നെ പ്രഖ്യാപിക്കും. ഷാബ ഹത്തൽ കടകദന ഷസ്കനാദിനാദന അക്ഷസ്കന അധികാരങ്ങൾ ചിലത് അവകാശമാക്കാനുള്ള അധികാരങ്ങൾ തുറക്കുന്ന സമയമാണ്. ശബലഹതുര ജിബിനിഗതുരാദന പ്രൗഷിബിനിഗടഗദനാരഗടഗദന ശസ്കനാദിരാദന പ്രൗഢവനഗടഗദനാരഗശസ് ജീവാരാബാന വൈശസ്കനാദിരാദനം ലപറബന. ആ അധികാരം തുറക്കട്ടെ. ആ അധികാരം ഇപ്പോൾ ഈ ജനത്തിന്റെ മേൽ തുറക്കട്ടെ. ആ അധികാരം ഇപ്പോൾ ഈ ജനത്തിന്റെ മേൽ തുറക്കട്ടെ. അവർ പിടിക്കേണ്ട അവകാശങ്ങൾ, അവർ പിടിക്കേണ്ട അധികാരങ്ങൾ, അവർ പിടിക്കേണ്ട മേഖലകൾ ഇന്ന് രാവിലെ അവരുടെ മുമ്പിൽ തുറന്നു കൊടുക്കണമേ. ഇന്ന് രാവിലെ അവരുടെ മുമ്പിൽ തുറന്നു കൊടുക്കണമേ. ഇന്ന് രാവിലെ അവരുടെ മുമ്പിൽ തുറന്നു കൊടുക്കണമേ. ഇപ്പോൾ അതിലേക്ക് ഒരു പകർച്ച പടക്കണമേ. ശഖാബ റബശസ്കനാദിനാദന ഷാഫ ലബാന ജാദൽ കനേദിരി ഷഖുറുബിനി ഹദ്ദൽ കടഗദന റബശസ്കനാദിനാദനം ലംദൽ കടഗദന വായിഷസ്കനാദിന പ്രൗഷബന കടഗദന അരുണോദയത്തിന് അതിന്റെ സ്ഥാനം കൽപ്പിക്കുന്ന പകലായി മാറട്ടെ. അരുണോദയത്തിന് അതിന്റെ സ്ഥാനം കൽപ്പിക്കുന്ന പകലായി മാറട്ടെ. അരുണോദയത്തിന് ഓ റബ ഇവിടെ നിന്ന് കുതിക്കാം, ഇവിടെ നിന്ന് കുതിക്കാം, ഇവിടെ നിന്ന് കുതിക്കാം, ഇവിടം വരെ നിന്ന് കുതിക്കാം. ഷാ ഭരാജക ശംദൽ കടഗദന ശസ്കനാദിരപ്രൗഢവന ഹദുരിബിനി കടഗദനം ഭൂമിയുടെ അറ്റങ്ങൾ പിടിക്കേണ്ടതിനും ദുഷ്ടന്മാരെ അതിൽ നിന്ന് കുടഞ്ഞു കളയേണ്ടതിനും ശസ്കനാദിന ദുഷ്ടന്മാരെ കുടഞ്ഞു കളയുന്ന ഭൂമിയുടെ അറ്റങ്ങൾ പിടിക്കുന്ന ഷാബ റാംദൽ ഘടകദന ലാബൽ പ്രൗഷസ്കന ഭൂമിയുടെ അറ്റങ്ങൾ പിടിക്കുന്ന ദുഷ്ടന്മാരെ അതിൽ നിന്ന് കുടഞ്ഞു കളയുന്ന അരുണോദയത്തിന് അതിന്റെ സ്ഥാനം നിർണയിച്ചു കൊടുക്കുന്ന ഇവിടെ വരെ നിനക്ക് കുതിക്കാം. ഇന്ന മേഖലകളിൽ നിനക്ക് ചലിക്കാം.
ഷാ ലഭീനി അണ്ടസ് കനാദിനാഥന. ആ വെളിപ്പാടുകൾ തുറക്കട്ടെ, ആ വെളിപ്പാടുകൾ തുറക്കട്ടെ, ആ വെളിപ്പാടുകൾ തുറക്കട്ടെ. ഷക്കാ റബാന ജാദൽ കനേദിനി പ്രൗഷസ് കനാദിന ജിബൽ കനകതുരി വീത പ്രൗഷസ് കന രബംബാനിക പ്രൗഷ പ്രൗഢവനഗടഗദനം ഷസ്കനാദിന പ്രൗഢവനഗടഗദനം ഷാറ കനേദിനി വീത പ്രൗഷ അണ്ടസ് കനേദിനി. കൽപ്പന കൽപ്പനയാകട്ടെ, കൽപ്പന കൽപ്പനയാകട്ടെ. ആ കൽപ്പിക്കുന്ന പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ ഇപ്പോൾ ആ സാന്നിധ്യ വിവരങ്ങൾ ഇറങ്ങട്ടെ, തുറക്കട്ടെ. ആ സ്പിരിറ്റിൽ ഇപ്പോൾ അത് തുറക്കട്ടെ. റബല വാശി ഫിനിൽ ലിഖൂനിമി ഓൾ കനേലിക ഓരക ഷാൽ കനേ ജുനൂരിബി അണ്ടസ് കനേലികി അട്ടസ് കനേലിക ഓറിബി അക്ഷസ് കനേലി ലൗഷ് ബിനി ഓ റബബാബ കേക പ്രൗഷബന ലാംദൽ കേദിനി വൈഷസ് കനേദിനി പ്രൗഷ ബനൗഡബന അന്തൽ കോറിബി കംദൽ ഘടകദന. ഇപ്പോൾ അത് തുറക്കട്ടെ, ഇപ്പോൾ അത് തുറക്കട്ടെ, ഇപ്പോൾ അത് തുറക്കട്ടെ, ഇപ്പോൾ അത് തുറക്കട്ടെ. സ്പിരിച്വൽ റിലമിബരമൽ തുറക്കട്ടെ, സ്പിരിച്വൽ റിലമിബരമൽ തുറക്കട്ടെ. ഷാ പരാദിന പ്രൗഷസ് കനാദിന. തുറക്കട്ടെ, ഓപ്പൺ ആകട്ടെ. സ്പിരിച്വൽ റിലങ്ങളിൽ പ്രാർത്ഥന ഓപ്പൺ ആകട്ടെ. സ്പിരിച്വൽ മാനിഫെസ്റ്റേഷൻ സംഭവിക്കട്ടെ. സ്പിരിച്വൽ റിലങ്ങൾ തുറക്കട്ടെ. സ്പിരിച്വൽ റിലങ്ങൾ ഇപ്പോൾ ഭവനങ്ങളുടെ മേൽ തുറക്കട്ടെ. ഓ റബൽ കാനജൽ എൽക്കനെ ലാക്കറി വേദിനി ഷസ്കന റഗൽക്കന. ഡോറുകൾ തുറക്കട്ടെ, ഡോറുകൾ തുറക്കട്ടെ. ഡോറുകൾ ഇപ്പോൾ ഓപ്പൺ ആകട്ടെ, ഡോറുകൾ ഇപ്പോൾ ഓപ്പൺ ആകട്ടെ. ഷഗൽ കടകദന. എനിക്ക് വലുത് സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നുവെന്ന് ഷസ്കന അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് പോലെ ഡോറുകളെ കുടുംബങ്ങളുടെ മേൽ തുറക്കട്ടെ, ഡോറുകൾ തുറക്കട്ടെ. സ്പിരിച്വൽ റിലം ഇന്ന് രാവിലെ തുറക്കട്ടെ. ഷാബ വാന വാരക ലബന ഹദുര ജനകതുരബന ഹദന ജനഗദന അന്തൽ ഖനാദിന ആദര പ്രൗഢബന ഹത്തൽ കടഗദന വൈഷസ് കനാദിന അന്തൽ പ്രൗഢബന ഹദുരി ബിനിഗടഗദന വൈഷസ് കനാദിരാദന അന്തൽ കടഗദന വേദ പ്രൗഢബന ഹട്ടസ് കനാദിരാദന അന്തൽ പ്രൗഢബന ഘടകദന അന്തൽ കടഗദന. സ്പിരിച്വൽ റിലങ്ങൾ തുറന്നുവരട്ടെ, സ്പിരിച്വൽ റിലങ്ങൾ തുറന്നുവരട്ടെ, സ്പിരിച്വൽ റിലങ്ങൾ തുറന്നുവരട്ടെ, സ്പിരിച്വൽ റിലങ്ങൾ തുറന്നുവരട്ടെ, സ്പിരിച്വൽ റിലങ്ങൾ തുറന്നുവരട്ടെ. സ്പിരിച്വൽ റിലങ്ങൾ ഓപ്പൺ ആകട്ടെ. സ്പിരിച്വൽ റിലങ്ങൾ തുറന്നുവരട്ടെ, സ്പിരിച്വൽ റിലങ്ങൾ തുറന്നുവരട്ടെ, സ്പിരിച്വൽ റിലങ്ങൾ തുറന്നുവരട്ടെ, സ്പിരിച്വൽ റിലങ്ങൾ തുറന്നുവരട്ടെ, സ്പിരിച്വൽ റിലങ്ങൾ തുറന്നുവരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ അത് തുറന്നു വരാൻ, 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 ഇപ്പോൾ അത് തുറന്നു വരാൻ. ഷഖ റബാന അംദൽ കടകദന വേദ പ്രൗഷമന ഹബ്ദൽ കടകദനം. ലഖബന ഹക്ഷസ്കല ലിഗാചന റഗട്ടസ്കനി ദിരി പ്രൗഷസ്കന അന്തൽ കടകദന വേദ പ്രൗഢമന ഹത്തൽ കടാദിന റബ പ്രൗഢമന ഹംദലേദിരി ഷക്കഷസ്കനി ലിബച്ചനാദിന പ്രൗഷസ്കനാദിന പ്രൗഢമന ഘടകദനം ഷഖബ റബട്ടസ്കനി ദിരി പ്രൗഷമന ഹത്തൽ കടാദിനാദന പ്രൗഷമന. ഷഖ ലഭാന ചാദൽ ഖനാദിര പ്രൗഷസ് ഖനാദിരാദന
ഞാൻ ഇപ്പോൾ ഇവിടെ നമ്മുടെ സ്ക്രീനിൽ ഇട്ടിരിക്കുന്നത് എൻ്റെ മൊബൈലിൽ നിന്ന് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് അതിന് ചില വലിപ്പം കുറവ് കാണുന്നത്. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ വായിക്കാം. വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമോ? 12-13 വാക്യം ഇല്ല, പറ്റുന്നില്ലേ ഫസ്റ്റ്? ഇത് ഭൂമിയുടെ അറ്റങ്ങളെ പിടിക്കേണ്ടതിന് ഭൂമിയുടെ അതിരുകളെ പിടിച്ചുകൊള്ളുന്നതിനും ദുഷ്ടരെ അതിൽ നിന്ന് കുടഞ്ഞു കളയുന്നതിനും വേണ്ടി നീ പ്രഭാതത്തിന് എപ്പോഴെങ്കിലും ഉത്തരവുകൾ നൽകിയിട്ടുണ്ടോ? അപ്പൊ നോക്കി, ഇവിടെ നിങ്ങൾ നോക്കി, ഒരു മിനിറ്റ് പറഞ്ഞു ഡയാനെ. ഭൂമിയുടെ അതിരുകളെ പിടിച്ചുകൊള്ളേണ്ടതിനും ദുഷ്ടരെ അതിൽ നിന്ന് കുടഞ്ഞു കളയുന്നതിനും വേണ്ടി നീ പ്രഭാതത്തിന് എപ്പോഴെങ്കിലും ഉത്തരവ് നൽകിയിട്ടുണ്ടോ? അപ്പം നിങ്ങളുടെ വിഷയത്തിലേക്ക് നോക്കി നീ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, തലമുറയ്ക്ക് വേണ്ടി നീ ആരാധിച്ചിട്ടുണ്ടോ എന്നല്ല ഇയ്യോബിനോട് ദൈവം ചോദിക്കുന്നത്. നീ എപ്പോഴെങ്കിലും ഭൂമിയുടെ അതിരുകളെ പിടിക്കാൻ, നിന്റെ അവകാശത്തെ വിപുലീകരിപ്പാൻ, നിന്റെ അവകാശം നീ അവകാശമാക്കേണ്ടതിനെ കൈവശമാക്കി വെച്ചിരിക്കുന്ന ദുഷ്ടന്മാരെ അതിൽ നിന്ന് കുടഞ്ഞു കളയേണ്ടതിന് നീ എപ്പോഴെങ്കിലും പ്രഭാതത്തിന് നീ ഉത്തരവുകൾ നൽകിയിട്ടുണ്ടോ? കണ്ടോ, നീ ഒരു ദിവസത്തിൻ്റെ ആരംഭത്തിൽ ആ ദിവസത്തിന് നീ എപ്പോഴെങ്കിലും കൽപ്പന കൊടുത്തിട്ടുണ്ടോ? അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണേ. അരുണോദയത്തിന് അതിൻ്റെ സ്ഥാനം നിയമിച്ചു കൊടുത്തിട്ടുണ്ടോ? അയ്യോ, അപ്പം നീ നിയമിക്കുന്നതിനനുസരിച്ചാണോ ഇന്ന് രാവിലെ പ്രകാശം തുറക്കാൻ പോകുന്നത്? നീ കൽപ്പിക്കുന്ന പോലെ ഇന്ന് രാവിലെ ഈ പകൽ നിന്റെ മേൽ പ്രകാശം വെളിപ്പെടാൻ തുടങ്ങും. അപ്പൊ ഇന്ന് പകൽ നീ കൽപ്പിക്കുന്നത് പോലെ ഈ പ്രപഞ്ചം നിന്നെയും നിന്റെ കുടുംബത്തെയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതിൻ്റെ മേൽ പ്രകാശം തുറക്കുകയും നിന്റെ അവകാശങ്ങൾ നിങ്ങളുടെ കൈക്കകത്തേക്ക് വരികയും ഒക്കെ ചെയ്യുന്ന വെളിപ്പാടിൽ നീ രാവിലെ പ്രഭാതത്തിനെ നോക്കി നീ കൽപ്പിച്ചിട്ടുണ്ടോ എന്നല്ലേ ഇവിടെ ദൈവദാസനായ ഇയ്യോബിനോട് ദൈവം ചോദിക്കുന്നത്. നമ്മൾ രാവിലെ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ശബ്ദമുള്ളത് കൊണ്ട് നിങ്ങൾ മൈക്ക് ഓൺ ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് കുഴപ്പമില്ല.
പക്ഷെ എൻ്റെ ചോദ്യം, നിങ്ങൾ ഈ പ്രാർത്ഥനയ്ക്കകത്തുണ്ടോ? നിങ്ങൾ പ്രാർത്ഥന കേട്ടിരിക്കുകയാണോ? അതോ ഇന്ന് രാവിലെ നിങ്ങളുടെ അധികാരം തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് ഈ ദിവസത്തെ തിരിക്കാനുള്ള അധികാരമുണ്ട്? നിങ്ങളുടെ കുടുംബത്തിൽ എന്ത് സംഭവിക്കണമെന്നുള്ളത് തിരിക്കാനുള്ള അധികാരം നമുക്കുണ്ട്. കാരണം യോബിന്റെ മേലെ ആരാധനയിലൂടെ പകരപ്പെട്ട അധികാരത്തെ പുള്ളി തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ അധികാരം, ഞാൻ ഇന്നലെ പകലിത് വീണ്ടും ഓർപ്പിച്ചിരുന്ന കാര്യമാണ്. നമ്മുടെ ചർച്ചിനകത്ത്, നമ്മുടെ ഗ്രൂപ്പിനകത്ത് പലവട്ടം ഞാൻ പഠിപ്പിച്ചിരുന്ന കാര്യമാണ്. നമ്മൾ ദൈവാത്മാവിനാൽ ഡെയിലി ദൈവസന്നിധിയിൽ വളരുകയാണ്. നമ്മളെന്നും ശിശുവല്ല, നമ്മളെന്നും ടെക്നോണല്ല, നമ്മളെന്നും നെഫിയോസ് അല്ല, നമ്മളെന്നും പൈതോസ് അല്ല. ദൈവാത്മാവ് ടെക്നോളിൽ നിന്ന്, നെഫിയോസിൽ നിന്ന്, പൈതോസിൽ നിന്ന് നമ്മെ ഹൂയോസാക്കി വളർത്തുകയാണ്. നമ്മൾ പുത്രന്മാരാണ്. പുത്രന്റെ പ്രത്യേകത, പുത്രനോട് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുണ്ട് സങ്കീർത്തനത്തിനകത്ത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, നീ എന്നോട് ചോദിക്കണ, ഭൂമിയുടെ അറ്റങ്ങളെ ഞാൻ നിനക്ക് അവകാശമായി തരാം, ജാതികളെ ഞാൻ നിനക്ക് കൈവശമായി തരാം, ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരാം. വെളിപ്പാടിലുള്ള ഒരുവന്റെ പ്രാർത്ഥന അവന്റെ അവകാശങ്ങളെ വിപുലീകരിക്കും. അവൻ്റേത് അവകാശമാക്കി വെച്ചിരിക്കുന്നവനെ ഛേദിച്ചു കളയും. അത് മാത്രമല്ല, നിങ്ങളുടെ മേൽ ദൈവാത്മാവ് തന്ന അധികാരത്തിൽ നിങ്ങൾ കൽപ്പിക്കുമ്പോൾ, ഈ പകൽ, ഈ ദിവസം നിങ്ങൾ പറയുന്ന പോലെ, പ്രഖ്യാപിക്കുന്നത് പോലെ നിങ്ങളുടെ മേൽ ദൈവിക പ്രകാശം നിങ്ങളുടെ ദിവസത്തിന്റെ മേൽ തുറക്കാൻ തുടങ്ങും. പ്രാർത്ഥിക്കാം. ഈ വെളിപ്പാടിൽ നമുക്ക് ചില മിനിറ്റുകളോട് പ്രാർത്ഥിക്കാം. എല്ലാവരും ഇനി പ്രാർത്ഥിക്കുകയല്ല, അധികാരം ഉപയോഗിക്കണം കേട്ടോ. ഇതുവരെ ഞാൻ പറഞ്ഞിരുന്നത് മൊത്തം പ്രാർത്ഥിക്കാനാണ്. പ്രാർത്ഥിക്കുന്നവന്റെ മേൽ തുറക്കുന്ന ദൈവിക വെളിപ്പാടിൽ, ദൈവിക അധികാരത്തിൽ അവൻ ഈ പ്രഭാതത്തെ നോക്കി കൽപ്പിക്കുകയാണ്. കൽപ്പിക്കണം. നിങ്ങൾ ക്രിസ്തുവിലായതുകൊണ്ട് നിങ്ങൾ കൽപ്പിക്കണം. ഏതെല്ലാം മേഖലകളെ നോക്കി കൽപ്പിക്കാൻ പറ്റുമോ കൽപ്പിക്കുക. ഈ പകൽ നിങ്ങളുടെ ജീവിതം ഒരു ബ്ലെസ്സഡായി മാറാൻ, നിങ്ങളുടെ മേൽ വെളിപ്പെടേണ്ട അധികാരങ്ങൾ തുറന്നു വരാൻ, ഈ പ്രഭാതം, ഈ പകൽ നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ദൈവിക ശോഭ തുറന്നു വരുന്ന പകലായി മാറാൻ, ഈ വെളിപ്പാട് അകത്തു വരുന്നവരുടെ ഉള്ളിൽ ദൈവാത്മ തുറക്കുന്ന വചസ്സുകൾ നിങ്ങൾ തുറന്ന് പ്രഖ്യാപിക്കുക. മൈക്കിളൊക്കെ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചോ. എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥനയിൽ ആരംഭിച്ച് അധികാരത്തിലേക്ക് പ്രവേശിക്കുക. പ്രാർത്ഥനയിൽ ആരംഭിക്കുക. പ്രാർത്ഥന അധികാരം ഉപയോഗിക്കുന്നതിലേക്ക് മാറുക. കുടുംബങ്ങൾ ബ്ലെസ്സഡ് ആകട്ടെ. എല്ലാ ഇരുളുകളും കുടുംബത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. കുടുംബങ്ങളിൽ നിന്ന് എല്ലാ തിന്മകളും എല്ലാ ദുഷ്ടൻ തുറക്കുന്ന ഡോറുകളും ശാപലക്ഷണങ്ങളായ സകല കെടുതികളും, ദാരിദ്ര്യങ്ങൾ, നഗ്നതകൾ, സകല ശാപലക്ഷണങ്ങളും ഭവനങ്ങളിൽ ഇപ്പോൾ ദൈവാത്മാവ് എടുത്തു മാറ്റണമേ. യേശുവിന്റെ നാമത്തിൽ അവനോട് വിട്ടുമാറുവാൻ ഞങ്ങൾ കൽപ്പിക്കുകയാണ്. തടഞ്ഞു വെച്ച നന്മകൾ, ഉദിയപ്പെട്ട് കിടക്കുന്ന ബന്ധങ്ങൾ, ദൈവോന്മുഖമായി വളർച്ച പ്രാപിക്കാത്ത തലമുറകൾ, പ്രവാസത്തിൽ കിടക്കുന്ന തലമുറകളോട് ഇന്ന് രാവിലെ മടങ്ങി വരുവാൻ ഞങ്ങൾ കൽപ്പിക്കുകയാണ്. നഷ്ടങ്ങൾ ഡിവൈൻ പ്രൊട്ടക്ഷൻ, ഡിവൈൻ സമൃദ്ധി, ദൈവിക സമൃദ്ധി, ദൈവിക നിറവുകൾ, ദൈവിക അനുഗ്രഹങ്ങൾ. ശബൽഘടകത്തിന് വേദപ്രൗഢമന. ദൈവമാണ് കുടുംബങ്ങളുടെ പരിച, ദൈവമാണ് കുടുംബങ്ങളുടെ പരിച, ദൈവമാണ് കുടുംബങ്ങളുടെ പരിച. ഇവരകത്തുനിന്ന് വെളിപ്പാടാകട്ടെ.
ദൈവം ഞങ്ങളുടെ പ്രൊട്ടക്ഷനാണ്, ദൈവം ഞങ്ങളുടെ പ്രതിഫലമാണ്. ഞങ്ങളുടെ അവകാശങ്ങളെ അവൻ വർദ്ധിപ്പിക്കുന്നവനാണ്. ഞങ്ങളുടെ മേൽ അവൻ ഉറവുകൾ തുറക്കുന്നവനാണ്. ഞങ്ങളെ അവൻ ധരിപ്പിക്കുന്നവനാണ്. ഞങ്ങളിൽ ഇല്ലാത്ത ഞങ്ങളിൽ തുറക്കുന്നവനാണ്. അവകാശങ്ങൾ തുറക്കട്ടെ, അവകാശങ്ങൾ തുറക്കട്ടെ, അവകാശങ്ങൾ തുറക്കട്ടെ, അവകാശങ്ങൾ തുറക്കട്ടെ, അവകാശങ്ങൾ തുറക്കട്ടെ. ജനത്തിലേതിൽ പ്രൗഢമന ഹട്ടസ്കനാദിന പ്രൗഢമന ഘടകദനം ലഗത്തുര ജനത്തിലേതിൽ ബിബി ശകസ്കനാദിന പ്രൗഢമന ഞാൻ ഒരു വാക്യം കൂടെ എനിക്ക് പ്രാർത്ഥന നല്ല ഒഴുക്കിൽ ദൈവാത്മാവ് നടത്തുന്നത് കൊണ്ട് ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇത് പറയാൻ എനിക്ക് തോന്നുന്നില്ലായിരുന്നു. പക്ഷെ പറയാതിരിക്കാനും പറ്റുന്നില്ല. കാരണം ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച എനിക്കൊരു കുഴപ്പമുണ്ട്. ദൈവാത്മാവ് ഒരു കാര്യം കാണിച്ച പിന്നെ അത് വേഗത്തിലത് പറയണം. കാരണം ഒരു റേമ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടാൽ നമ്മളതിനെ പെട്ടെന്ന് സ്വീകരിച്ചോളണം. ഞാൻ ദൈവാത്മാവിൽ വിശ്വസിക്കുന്നു. ദൈവം ഒരു സ്വപ്നം കാണിച്ചാൽ അത് ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന റേമയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് എൻ്റെ അകത്ത് ദൈവവചന പഠനത്തിൽ നിന്നും ദൈവാത്മാവിനാലും എൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഉറപ്പാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാനൊരു സ്വപ്നം കണ്ടാൽ ഞാൻ ഉടൻ തന്നെ അത് ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട റേമയാണെന്ന് വിശ്വസിക്കുന്നയാളാണ്. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ഞാൻ ഈ വചനം സ്വപ്നം കണ്ടിട്ടാണ് എഴുന്നേൽക്കുന്നത്. ഞാൻ ഈ വചനം പ്രഖ്യാപിക്കുന്നു, ജനത്തെ നോക്കി പ്രഖ്യാപിക്കുന്നു. ജനം അത് ഭയങ്കരമായി
റിസീവ് ചെയ്യുന്നു. ഒരു വലിയ കൂട്ടം ജനത്തിൻ്റെ മുമ്പിൽ അത് പറയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ നിഖിൽ പാസ്റ്റർ, ഞാൻ കാണും, എനിക്ക് ഭാഷ വിളിച്ച് സംസാരിക്കാൻ പറ്റിയില്ല. നിഖിൽ പാസ്റ്റർ ഈ വാക്യങ്ങൾ നോട്ട് ചെയ്യുന്നു. ഞാനിത് സ്വപ്നത്തിൽ കണ്ടതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. അപ്പം ഞാൻ പാസ്റ്റർ പറയാം, പാസ്റ്റർ ഇതിന് കുറേ ഉൾപ്പിരിവുകളുണ്ടെന്ന് ഞാൻ പാസ്റ്ററോട് പറയുകയാണ്, ഇതിന് കുറേ ആഴമായ വെളിപ്പാടുകളുണ്ടെന്ന് ഞാൻ പാസ്റ്ററോട് സ്വപ്നത്തിൽ പറയുകയാണ്. ഞാൻ വാക്യം സമയം പോയതുകൊണ്ട് ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞു വിടാം. അതിന് അബ്രഹാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്തു തരും? നീ എനിക്ക് എന്തു തരും? എന്തു തരും? എന്തു തരും? നീ എനിക്ക് എന്തു തരും? നീ എനിക്ക് എന്തു തരും? ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ് കേട്ടോ ഇത്. നീ എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നല്ലോ. അപ്പം എന്നിൽ ചിലതില്ല. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായത് എന്നിലില്ല. അതില്ലാത്തതിനാൽ ഞാൻ ഇപ്പോൾ എൻ്റെ ആഗ്രഹം മുഴുവൻ എൻ്റെ അവകാശിയായ ഈ എലയാസറിൽ ഞാൻ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. കർത്താവ്, നീ എനിക്ക് എന്തു തരും? വീണ്ടും അബ്രഹാം പറയുകയാണ്, നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല, എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ എൻ്റെ അവകാശിയാകുന്നു എന്ന് അബ്രഹാം പറഞ്ഞു. അപ്പോൾ എനിക്ക് അവകാശിയില്ല, നീ എനിക്ക് എന്തു തരും? ഇത് അബ്രഹാം ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമാണ്. എപ്പോഴാണ് ദൈവം ഇത് പറയുന്നത്? എപ്പോഴാണ് അബ്രഹാം പറയുന്നത്? ചോദിക്കുന്നത് എപ്പോഴാണ്? അതിനുശേഷം അബ്രഹാമിന് ദൈവ ദർശനത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവനോട് അരുളപ്പാട് പറഞ്ഞു, അബ്രഹാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയാണ്, നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്. ദൈവം ഇറങ്ങി എന്ന് പറഞ്ഞു, അബ്രഹാമേ, നീ ഭയപ്പെടേണ്ട. 14-ാം അധ്യായത്തിൽ യുദ്ധം കഴിഞ്ഞ് ആ യുദ്ധത്തിൽ ജയിച്ചെങ്കിലും ശത്രു സൈന്യം തോൽപ്പിച്ചവർ തിരിച്ച് അബ്രഹാമിനെ വന്ന് കീഴടക്കുമോ എന്ന് പേടിച്ചിരിക്കുന്ന അബ്രഹാമോട് പറഞ്ഞു, മോനെ, നീ പേടിക്കണ്ട. ഇന്ന് രാവിലെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന 64 കുടുംബങ്ങൾ, ഞാൻ ഈ കുടുംബങ്ങളോട് പറയുന്നു, സാഹചര്യങ്ങൾ നിമിത്തം നിങ്ങൾ ഭയപ്പെടേണ്ട, ശാരീരിക അവസ്ഥകൾ നിമിത്തം നിങ്ങൾ ഭയപ്പെടേണ്ട, സാമ്പത്തിക അവസ്ഥകൾ നിമിത്തം നിങ്ങൾ ഭയപ്പെടേണ്ട. കുടുംബത്തിനകത്ത് സംഭവിച്ചിരിക്കുന്ന പ്രയാസങ്ങൾ, കെടുതികൾ, ഛിദ്രങ്ങൾ, തലമുറകളുടെ പിന്മാറ്റം, നീ അനുഭവിക്കുന്നത് ഒന്നും സംബന്ധിച്ച് നീ ഭയപ്പെടേണ്ട. ഒന്ന്, ഞാൻ നിന്റെ പരിചയാകുന്നു, അതുകൊണ്ട് അത് നിന്നെ അവസാനിപ്പിക്കുകയോ അലട്ടുകയോ ഇല്ല. ഞാനാണ് നിന്റെ പരിച, ഞാനാണ് നിന്റെ പ്രൊട്ടക്ഷൻ. 2, നീ അവിടെ നിന്ന് പ്രവർത്തിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ്. നീ എൻ്റെ ഹിതപ്രകാരമാണ് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയത്, അതുകൊണ്ട് ഞാനാണ് നിന്റെ അതിമഹത്തായ പ്രതിഫലം. ഇന്നലകളിൽ നീ ദൈവരാജ്യ നിമിത്തം, ദൈവത്തോടുള്ള ബന്ധത്തിൽ നീ നിന്ന നിൽപ്പ് നിമിത്തം നിന്റെ മേൽ ദൈവം അതിമഹത്തായ പ്രതിഫലമായി നിൽക്കുന്ന ദൈവമാണ്. ഇത് പറയല്ല. അബ്രഹാം ചോദിച്ചു, നീ എനിക്ക് എന്തു തരും? നീ എനിക്ക് എന്തു തരും? ഇന്നലകളിൽ ഞാൻ നിന്റെ ഇഷ്ടപ്രകാരം നിന്നു, ഇന്നലകളിൽ ഞാൻ നിനക്ക് വേണ്ടി നിന്നു, ഇന്നലകളിൽ ഞാൻ നിനക്ക് വേണ്ടി പുറപ്പെട്ടു, നിന്റെ വാക്കനുസരിച്ചു, പിതൃഭവനം വിട്ടു, ചർച്ചക്കാരെ വിട്ടു, ദേശക്കാരെ വിട്ട് ഞാൻ ഇറങ്ങി പുറപ്പെട്ടു. അബ്രഹാം ചോദിക്കുന്നു, നീ എനിക്ക് എന്ത് തരും? നീ എനിക്ക് എന്ത് തരും? നീ എനിക്ക് എന്ത് തരും? ഞാൻ ആ സ്വപ്നത്തിൽ പറയുകയാണ്, ദൈവാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ചിലത് തുറക്കാൻ പോവുകയാണ്. ദൈവാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ചിലത് തുറക്കാൻ പോവുകയാണ്. തമ്പുരാൻ പറഞ്ഞു, എന്ത് തരുമെന്ന് നീ ചോദിച്ചു അല്ലേ? പൊന്നുമോനെ, ഞാൻ തുറക്കാൻ തുടങ്ങിയാൽ നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാകും. എണ്ണാൻ പറ്റുമെങ്കിൽ എണ്ണിക്കൊട കൂട്ടാ. ഞാൻ തന്നാൽ ഇങ്ങനെ തരും. നിന്റെ സന്തതി ഇങ്ങനെയാകും, ഇങ്ങനെയാകും, ഇങ്ങനെയാകും. ആകാശത്തിലേക്ക് നോക്കുക, നക്ഷത്രങ്ങൾ എണ്ണാൻ കഴിയുമെങ്കിൽ എണ്ണുക. എണ്ണാൻ ഒരെണ്ണമില്ലെന്നല്ലേ നീ പറഞ്ഞത്? എണ്ണാൻ കഴിയാതെ വണ്ണം ഞാൻ നിനക്ക് വേണ്ടി തുറക്കുന്നവനാണ്. എണ്ണാൻ കഴിയാതെ വണ്ണം ഞാൻ നിനക്ക് വേണ്ടി തുറക്കുന്നവനാണ്. അളക്കാൻ കഴിയാതെ വണ്ണം ദേശം ഞാൻ നിനക്ക് അവകാശമായി നൽകുന്നതാണ്. ഓ റബാന, അളക്കാൻ കഴിയാതെ വണ്ണമുള്ള ദേശം ഞാൻ നിനക്ക് അവകാശമായി തരും. എണ്ണാൻ കഴിയാതെ വണ്ണം ഞാൻ നിനക്ക് സന്തതിയെ തരും. അളക്കാൻ കഴിയാതെ വണ്ണമുള്ള ദേശം ഞാൻ നിനക്ക് അവകാശമായി തരും. ഇന്ന് രാവിലെ ആ ഒരു പ്രൊഫറ്റിക് വേർഡിനോട് ആമേൻ എന്ന് പറഞ്ഞ് പ്രതികരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞൊരു പ്രവചനം ഞാൻ തപ്പിയെടുത്തൊരു പ്രവചന വാക്യമല്ല, സ്വപ്നത്തിൽ കർത്താവിനോട് പറഞ്ഞൊരു വാക്യമാണ്. ഈ ഒരു പ്രൊഫറ്റിക് വേർഡിനെ ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാവിലെ അതേ പദം പറഞ്ഞു. ദൈവാത്മാവ് ചിലത് തുറക്കാൻ പോകുന്നു. 1-2 മിനിറ്റുകൾ കൂടെ എല്ലാം മൈക്കോൺമിട്ട് പ്രാർത്ഥിച്ചു. ദൈവം ചിലത് തുറക്കാൻ പോകുന്നു. ദൈവം ചിലത് കൈമാറാൻ പോകുന്നു.
ഇന്നലകളിൽ നീ നിന്ന നിൽപ്പ് നിമിത്തം, ഇന്നലകളിൽ നീ നിന്ന നിൽപ്പ് നിമിത്തം, ഇന്നലകളിൽ നീ നിന്ന നിൽപ്പ് നിമിത്തം, ഇന്നലകളിൽ നീ യുദ്ധക്കളത്തിൽ നിന്നത് നിമിത്തം, ഇന്നലകളിൽ നീ രാജാക്കന്മാരെ വെട്ടിപ്പിടിച്ച് റബാന ദൈവഹിത പ്രകാരം നിന്നത് നിമിത്തം യഹോവ നിനക്ക് ചിലത് തരാൻ പോകുന്നു. ദൈവത്തോട് ചോദിക്കാനും ദൈവത്തിന് സ്വീകരിക്കാനും ഈ രാവിലെ റെഡിയാകുക, റെഡിയാകുക. ദൈവത്തോട് ചോദിക്കാനും ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാനും ദൈവത്തോട് ആരും ചോദിക്കാതെ വണ്ണം ചോദിക്കാനും ദൈവത്തിൽ ഇതുവരെ ആരും സ്വീകരിക്കാത്തത് വണ്ണം സ്വീകരിക്കാനും എണ്ണാൻ കഴിയാതെ വണ്ണമുള്ള അനുഗ്രഹങ്ങൾ, എണ്ണാൻ കഴിയാതെയുള്ള പെരുപ്പങ്ങൾ, എണ്ണാൻ കഴിയാതെ വണ്ണമുള്ള എണ്ണാൻ കഴിയാതെ വണ്ണം തലമുറകളെ, എണ്ണാൻ കഴിയാതെ വണ്ണം സന്തതിയെ. എനിക്കറിയില്ല ഇത് ആത്മാവിൽ എത്ര പേർക്ക് സ്വീകരിക്കാൻ കഴിയുമെന്ന്. എനിക്കറിയില്ല എത്ര പേരുടെ ബുദ്ധിമണ്ഡലത്തെ ഇന്ന് രാവിലെ ആത്മാവിൽ അവനെ ക്യാൻസൽ ചെയ്ത് ഇതിനെ അങ്ങനെ തന്നെ റിസീവ് ചെയ്യാൻ പറ്റുമെന്ന് യേശുവിന്റെ നാമത്തിൽ ഇത് തുറന്നു വരുവാൻ ഞാൻ കൽപ്പിക്കുന്നു. ഞാനിവിടെ ഈ പ്രാർത്ഥനാ സെക്ഷൻ ഇപ്പോൾ പ്രാർത്ഥിച്ചു നിർത്തുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട് ഈ റെക്കോർഡിങ് കട്ട് ചെയ്ത ശേഷം. അതുകൊണ്ട് അതും കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾ ലീവ് ആകാവൂ. ഇപ്പോൾ ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കുന്നു. ഇത് എന്നെ കാണിച്ച ദൈവം കാണിച്ചൊരു കാഴ്ചയാണ്. ഈ കാഴ്ച നിങ്ങളുടെ ഭവനങ്ങളിൽ എന്താണോ നിങ്ങളിൽ പരിമിതിയുള്ളത്, ആ പരിമിതിയിൽ ദൈവത്താലുള്ളത് ദൈവം തുറക്കാൻ ദൈവാത്മ റെഡിയായി നിൽക്കുന്നു. അബ്രഹാം പ്രാർത്ഥിച്ച പ്രാർത്ഥന പോലെ പ്രാർത്ഥിക്കുന്നവർ ഇന്ന് രാവിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നവരിലേക്ക് ദൈവം എണ്ണാൻ കഴിയാത്ത തലമുറകളെയും അളക്കാൻ കഴിയാത്ത ഭൂപ്രദേശത്തെയും കർത്താവ് വാക്തത്വമായി കൈമാറിയതുപോലെ ഇന്ന് രാവിലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഡെസ്റ്റിനികളെ മുഴുവൻ തിരിക്കുന്ന ഒരു കൈമാറ്റം നിങ്ങളുടെ മേൽ ദൈവാത്മ പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് കടന്നു വന്ന് ഇന്ന് രാവിലെ അങ്ങയെ മഹത്വപ്പെടുത്തുകയും പ്രഭാതത്തിന് ഞങ്ങൾ കൽപ്പന കൊടുക്കുകയും ദൈവിക അനുഗ്രഹങ്ങൾ, ദൈവിക മറുപടികൾ അവകാശമായി അങ്ങ് നൽകുമെന്ന് പറഞ്ഞ വാക്തത്വ വചനം ഞങ്ങൾ ഇന്ന് രാവിലെ ധ്യാനിക്കുകയും ചെയ്യുകയായിരുന്നല്ലോ. ദൈവരാജ്യത്തിന് വേണ്ടി യുദ്ധക്കളത്തിൽ ഇറങ്ങി നിന്ന് യുദ്ധം ചെയ്ത അബ്രഹാമിന്റെ കുടുംബത്തിന്മേൽ അതിമഹത്തായ പ്രതിഫലം ഞാനാണെന്ന് പറഞ്ഞ് യഹോവയാം ദൈവം ഇറങ്ങി വന്നപ്പോൾ, കർത്താവേ, നീ പ്രതിഫലമൊക്കെയാണ്, നീ എനിക്ക് എന്ത് തരും? ഇന്ന വിഷയത്തിൽ ഞാൻ വേദനിക്കുന്നു, ഇന്ന വിഷയത്തിൽ എനിക്കൊരു വിശാലതയില്ലല്ലോ, ഇന്ന വിഷയത്തിൽ നീ ഇതുവരെ ഇറങ്ങി നിന്നിട്ടില്ലല്ലോ എന്ന് അബ്രഹാം ചോദിച്ചതുപോലെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മേടിൽ, ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു ദൈവപ്രവൃത്തി കാണാതെ ഉടഞ്ഞു നിൽക്കുന്നവർ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ അവരുടെ മേൽ അങ്ങയുടെ കരം തുറന്നു വരുവാൻ, അവരുടെ മേൽ അങ്ങയുടെ പ്രവൃത്തിയുടെ കരം വെളിപ്പെട്ടു വരുവാൻ ഞാൻ ഇന്ന് രാവിലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കാണിച്ച വചനം ചൊല്ലി ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങളുടെ മേൽ വാതിലുകൾ തുറക്കട്ടെ. പ്രത്യേകിച്ച് പല മേഖലകളിൽ തുറവികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ മേൽ ആ ഡോറുകൾ തുറന്നു വരട്ടെ. സൗഖ്യങ്ങൾ ഇവരുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ. തലമുറകളുടെ മേൽ ദൈവിക ബ്ലെസ്സിങ്ങൾ തുറന്നു വരട്ടെ. കുടുംബ ബന്ധങ്ങളുടെ മേൽ ദൈവിക നിറവുകൾ തുറന്നു വരട്ടെ. സൗഖ്യങ്ങൾ ഇപ്പോൾ ഈ കുടുംബങ്ങളുടെ മേൽ സംഭവിക്കട്ടെ. ഞാൻ ഈ കുടുംബങ്ങളെ അതിനായിട്ട് ബ്ലസ് ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു. കർത്താവ് ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടവനായി സ്തോത്രം. മഹത്വ കുഞ്ഞാടിനെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും
നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ. ആമേൻ.